രാവിലെ തന്നെ ഈ മൊണ്ണ ഇവിടുന്ന് എരുന്ത് വരാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടതാണ്. ഇവനോട് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞതാണ് ഏതെങ്കിലും ചായക്കടയിൽ നിർത്തുന്നത്. ഇത്രയും പേര് ഇവന്റെ ഈ എരുന്ത് വാരലുകൊണ്ട് വിശന്നിരിക്കുകയാണ്. സംഭവം എന്താ പറയാ, ഞാൻ വിചാരിച്ചു പോകുന്ന വഴിക്ക് കുടിക്കാന്ന്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹലോ സമയം ഇപ്പൊ എത്രയെന്ന് അറിയണക്ക് സമയത്ത് ഇപ്പൊ 8:45. ഇതിപ്പോ വാരി തീരുമ്പോഴത്തേക്കും ഏകദേശം 12 മണിയാവും. ചിന്തിക്കണം. എന്നിട്ട് ഇപ്പൊ എന്നെ കൊണ്ട് 1 കിലോ നേന്ത്രപ്പഴം ഒരു ബ്രെഡിന്റെ പാക്കറ്റും വാങ്ങിപ്പിച്ചിട്ടാണ് കൊണ്ടുവന്നത്. ഇതൊന്ന് ഇറങ്ങിയാലോ, വേലിയേറ്റം വന്നു കഴിഞ്ഞാല് വെള്ളം നന്നായിട്ട് കൂടും. അപ്പൊ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ഈ സ്ഥലത്തിനെ പറ്റി നമ്മളിപ്പോൾ ഉള്ള എവിടെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. 3-4 കിലോമീറ്ററിന്റെ വ്യത്യാസമുള്ളൂ. ഒളവപ്പാറയുള്ള സ്ഥലത്താണ് എരുന്ത് വാരൻ. എരുന്ത് പല സ്ഥലത്തുകളും എന്താ പറയാ പല പേരുകളാണ്. എരുന്തെന്നും കടുക്കാന്നും കക്കാന്നും ഒക്കെ. കടുക്ക അതിന് വലുതാടോ. അത് കക്ക ഈ പറഞ്ഞ സാധനം തന്നെ. ചില നാട്ടിൽ ഇപ്പൊ ഇത്ര വലുതുള്ള സാധനത്തിന് അതിന്റെ വലിയ നീണ്ടുള്ള സാധനല്ലേ, അത് കക്കാന്നും പറയും. കടുക്ക ഈ കക്കാന്ന് പേര് വന്നത് ഈ കടുക്കലട് മാറിപ്പോയതാ. കക്ക കടുക്ക എന്തായാലും നമുക്ക് വേലിയേറ്റം വരുന്നതിന് മുന്നേ നമുക്ക് ഇറങ്ങി വാരാ, പിന്നെ വെള്ളം ഓവറാവും. അപ്പൊ നമ്മള് കടുക്ക വാരുന്നത് ഇതുകൊണ്ടാണ്. വീട്ടിലെ പഴയ ഫാന് ഞങ്ങളിപ്പോ പോയി രാവിലെ ഊരി എടുത്തതാണ്. ഇതിനകത്തൊന്നുമില്ലേ ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് മണ്ണും ചളിയൊക്കെ ഉണ്ടാവില്ല. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അരിച്ചു കഴിയുമ്പോ ഇതിനകത്ത് മണ്ണൊക്കെ പോയിട്ട് ഇതിനകത്ത് ഇങ്ങനെ കടുക്ക അത് ഇതിനകത്ത് കിടക്കും. പുതിയൊരു അതിഥി ഇത് ആരോ വളർത്തിയാ തോന്നുന്നു. കാരണം ഇത്ര അടക്കം എന്റെ പൊന്നെ. ഇത് ഈ അടുത്ത കാലത്തൊന്നും പച്ചവെള്ളം കണ്ടില്ല. ഇത് എവിടെ വളർത്തിയതാ, അതായിരിക്കും. ഇത് തിരുനായില്ലേ? കയ്യൊക്കെ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യാന്നുള്ള മൂഡിലായിരിക്കും. അതിനാർക്കും ബ്രെഡ് കണ്ടല്ലോ. ഇതിനിപ്പോ ഞാൻ സിറ്റ് പഠിപ്പിച്ചു തരാം. അതാ ഞാൻ പറഞ്ഞത്. എവിടെയോ എനിക്ക് എവിടെ ഇരിക്കും. സിറ്റ് അടിക്കണോ? സിറ്റ് പഠിപ്പിച്ചു തരാം. കടി വാങ്ങി വിട്ടു കിട്ടിയില്ല. പോവല്ലേ അങ്ങോട്ട് ഓണാക്കണം. നമ്മളിവിടെ ഗോപ്രോയും എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ സൗണ്ട് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. എത്ര ആളുണ്ടാവും? അപ്പൊ എവിടെയാ ആളുള്ളത്? ഇവിടെ അത്യാവശ്യം നല്ല എന്താ പറയാ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള കേട്ടോ. ഒന്ന് ഇനിയിപ്പോ എരുന്ത് എവിടെ ഉണ്ടാവുക? അവിടെ എത്തണോ? എന്റെ മോനെ. എടാ ഈ ഗോപ്രോ ഇല്ലേ ഇവിടെ നിന്ന് എടുക്കണമെന്നില്ല. നിങ്ങൾ അവിടെ എത്തിയിട്ട് എന്തായാലും ഇവിടുന്ന് സൂം ചെയ്ത് എടുക്കാനും അതിന്റെ സൗണ്ട് കിട്ടുന്നില്ല. അപ്പൊ അവിടെ നിന്ന് എടുത്താൽ മതി. നീ തൽക്കാലം ഇവിടെ ഇരിക്കി. ഇപ്പൊ ഇറങ്ങാൻ പറ്റിയ സിറ്റുവേഷനിലല്ലല്ലോ. ഇറങ്ങാൻ പറ്റിയ സിറ്റുവേഷനിലാണെങ്കിൽ എന്നെ കൊണ്ടും കൂടെ വാരിപ്പിക്കാൻ. ഇനി അവന്മാർ രണ്ടോടെ പെറുക്കുന്നുണ്ട്. 2 ആളെ കൊണ്ട് പെറുക്കി കഴിഞ്ഞത് തീരൂല. കാരണം അത്യാവശ്യം കാണണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആൾക്കാർ പെറുക്കണം. ഞാനും കൂടെ പോയി അവിടെ നിന്ന് പെറുക്കിയിട്ട് വരാം. ഓക്കെ ഇവിടെ ഒരു സാധനം ഉണ്ട്, കാണിച്ചു തരാം. ഇവിടെ ഒരു കൂടോത്രന്മാരി ഒരു സാധനം ഉണ്ട്. എന്താ സാധനം എന്നുള്ളത് മനസ്സിലായില്ല. ഇവിടെ ഒരു ചിതാഭസ്മ ആരെങ്കിലും ഇവിടെ ഒഴുക്കുള്ളൂ. ഇവിടെ വരുന്നതാ. അതായത് അച്ഛനെയും അമ്മേനെയും മരണശേഷമുള്ള ചിതാഭസ്മല്ലേ. അല്ലാണ്ട് പിന്നെ മരിക്കാണ്ട് ചിതാഭസ്മം ഉണ്ടാവും. അത് ഇങ്ങനെ വരും. എന്തായാലും ഞാൻ അങ്ങോട്ട് പോയി വരാം. ശ്രദ്ധിക്കണേ. ഒരു വിവര വിദ്യ. ഇതാ ഞാൻ പറഞ്ഞത്. എന്റെ മോനെ മാക്രി കോരിയെടുത്ത കോരലത്. 1/4 തോടാണെങ്കിലും കാണുമ്പോൾ സുഖമുണ്ട്. അത് തോടാണോ ഫുള്ള്? എന്താ പറയാ നമ്മളെ പോലെ കോരിയിട്ട് തോടുള്ള ഭാഗം എന്താക്കും ഒരു ഇങ്ങോട്ടങ്ങ് വാരും വീട്ടിൽ പോയി. ഞങ്ങളിപ്പോ ഏകദേശം 8:45 ഇറങ്ങി വാരുന്നതാണ്. ഇപ്പം സമയം 9:30 മണി. 3/4 മണിക്കൂർ കൊണ്ട് ഏകദേശം ഈ ഒരു ബക്കറ്റിന്റെ ഓൾമോസ്റ്റ് പകുതിയോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഇവനിതിന്റെ എക്സ്പേർട്ടാന്ന് തോന്നുന്നത് ഇവൻ. കാരണം മാറുമ്പോ ഒരു ലോഡുമായിട്ടാ വരിക. നിന്റെ കൈ നിറഞ്ഞില്ലൂടെ. ഇവിടെ ഈ ഒരു ഏരിയ നല്ല കുറെ ഉണ്ട്. നല്ല കരണ്ട്. അങ്ങനെയോ ചളിയുള്ള ഭാഗത്ത് കുറവായിരിക്കും. പക്ഷെ ഈ കല്ല് കൂട്ടിയിട്ട് കിടക്കുന്ന ഭാഗത്ത് ഇവിടെ ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെ കൈ ഇട്ടപ്പോ ഇവിടെ കുറച്ചെനിക്ക് കിട്ടി. അടി കൂടെ തന്നല്ലേ അത് നേരത്തെ ഞാൻ നേരത്തെ വെറുതെ ഒരു വീഡിയോ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു, നമുക്കിവിടെ കൂടുതൽ കിട്ടുന്ന പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കൈ മുക്കിയാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1-2 ഒക്കെ കിട്ടുള്ളൂ. ഫോൺ അടി കൂടെ അപ്പുറത്ത് കൂടെ എനിക്കൊരു 3-4 എണ്ണം തന്ന്. ഇവിടെ കോരി. ആ കൊറേ കല്ല് കിട്ടി. 2 4 കിട്ടി. അപ്പൊ ഓന്റെ അടുത്ത് തന്നെ പോകാനല്ലേ നോക്ക്. ഓന്റെ ഒറ്റ കുരൽ നോക്കി മൊത്തം ഓനെ കിട്ടി. ഇത് പോക്കറ്റിൽ നിന്ന് എടുത്ത് അതിലിടണ്ട. അത്രയും ഓൻ്റെ ഒറ്റ കുരല് കിട്ടി. ഈ ബക്കറ്റ് ഫുള്ള് നിറയ്ക്കുന്നല്ലേ ഉള്ളു, വേറെ ഉണ്ടോ? ഇല്ലല്ലോ. ആ പിന്നെ ഇത് തന്നെ 3/4 മണിക്കൂറായി. എവിടെ ഉണ്ടല്ലോ കുറേ. വാവ്, 1 2 കുറെ മക്കളുണ്ട്. മക്കളെ വേണോ? മക്കളെ തന്തമാരെ ഒക്കെ എടുത്തോ. എടാ ഇതില് മീനുണ്ടോ അവിടെ? അല്ല അങ്ങനെയല്ല, മീൻസ് ഈ എന്താ ഞാൻ പറഞ്ഞ മറന്നില്ല. കരിമീൻ അങ്ങനത്തെ ഉണ്ടാവും. വലിയ മീനുണ്ടാവോ? ചെറുതല്ലാണ്ട്? ചെറുതല്ല, വലിയ മീനുണ്ട്. വലിയ കരിമീനുണ്ട്. ബക്കറ്റ് പോടാ. ഇതിൽ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു ഏരിയ മാത്രമാണ് ഇവിടെ എന്താ പറയാ ആഴം ഇല്ലാത്തത്. ശരിക്കും അവിടെയൊക്കെ നല്ല രീതിക്ക് ആഴമുണ്ട്. ആ ബോട്ട് നിൽക്കുന്ന അവിടെയൊക്കെ നല്ല രീതിക്ക് ആഴമുണ്ട്. ഇവിടെ കുറെ പേര് മരിച്ചിട്ടുമില്ലേ. കടലിനക്കരെ പോണവര് എന്തേലും കിട്ടിയോ? അതിൽ കൂടെ നടക്കണ്ടല്ലോ, വെള്ളമില്ലാത്തവർക്ക് നടന്നാ പോരെ. ആ കൂടെ പോരി. എന്റെ മോനെ ഒരു ബക്കറ്റ് നിറയെ ഇരുന്നുമായി. നല്ല ബീച്ചുണ്ട്. കറിക്കില്ലായില്ലേ? സാരല്ല, അപ്പത്തേക്ക് ഞാൻ വിശന്ന് ചാവും. 10 മണിയാടോ. ചായ അടിക്കണ്ടേ? ഇവരോട് ഞാൻ ആദ്യമേ പറഞ്ഞാണ് വരുന്ന വഴിക്ക് ചായക്കട നിർത്താതെ. പക്ഷെ ഞാൻ വിചാരിച്ച് പോകുന്ന വഴിക്കുമ്പോ കുടിച്ചു പോവാ വിചാരിച്ച്. പോകുന്ന വഴിക്ക് ഇനി കുടിക്കണ്ട. ഇനിയിപ്പോ 1 കിലോ പഴവും ഒരു ബ്രെഡും വാങ്ങിയില്ലേ. അങ്ങനെ കുറെ നേരം വെയിൽ കൊണ്ട് പൊറുക്കിയെടുത്ത ഇനി എരുന്ത് നമുക്ക് വേവിക്കാനുള്ള പരിപാടിയിലേക്ക് നോക്കാം. ഏകദേശം നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടല്ലോ മോനെ. പക്ഷെ ഇത്രയൊന്നല്ല, ഇനിയും കിട്ടുമല്ലോ. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം മുന്നേ ഒരു 2-3 കൊല്ലം മുമ്പ് പോയ സമയത്ത് നമ്മൾ ഏകദേശം ഒരു 1/2 ചാക്കോളം നമ്മള് പിടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എപ്പോഴും പോയത്? ഞാനും യദുവിന്റെ വല്യച്ഛന്റെ ഒക്കെ മക്കളെ കൂടെ. മറ്റേ ജിഷ്ണു ഓരോടെ പോയപ്പോ അന്ന് കുറെ ആൾക്കാരുണ്ട്. പെട്ടെന്ന് നിറഞ്ഞിനി. ആൾക്കാർ കൂടുമ്പോഴാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ വാരി എടുക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങള് 2 പേരെ ശരിക്കും വാരിയിട്ടുള്ളൂ. ഞാൻ ഇപ്പൊ കൈയിട്ട് എടുത്തതിനും ഒരു പരിമിതി ഉണ്ട്. ഈ മറ്റേ ഫാനിന്റെ ആ സാധനത്തിൽ കിട്ടുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു കൂടുതൽ കിട്ടുക. മാത്രല്ല അത് വെയില് ഒരു 8 മണിക്ക് ശേഷം നല്ല പൊള്ളുന്ന വെയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിന് മുന്നേ എന്താ പറയാ ആൾക്കാർ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സാധനം നിറയും. ഇപ്പൊ രാവിലെ പോയതുകൊണ്ട് കുഴപ്പമില്ല. രാവിലെ നമ്മൾ 8 മണിക്ക് അവിടെ എത്തി. അതുകൊണ്ട് അപ്പൊ തന്നെ വെയിലുണ്ടായിരുന്നു. പിന്നെ അവിടെ ചൊരിയല്ലേ, നല്ല ചളി മണക്കുന്നുണ്ട്. നല്ല വെയിറ്റ് ഉണ്ടാവല്ലോ. കുറച്ച് വെയിറ്റ് ഉണ്ട്. എടോ ഇത് ബക്കറ്റിലിടുമ്പോ ഇത്ര ഉള്ളതായിട്ട് തോന്നുന്നില്ലല്ലോ. ഇല്ല, അത് ഇതിലുണ്ട്. ഇതൊന്ന് പൊട്ടിപ്പോയി. ഇറച്ചി പാവേ വേദന അറിഞ്ഞ് ചത്തിട്ടൊന്നുമില്ല. ചത്തില്ലല്ലേ? അല്ല, ബകലിട്ടല്ലേ? മാറ്റിയേക്കാം. ഇത് നമുക്ക് വെള്ളത്തിലേക്ക് ഇടാം. നല്ല വെയിറ്റ് ഉണ്ടാവല്ലോ. ഇറക്കട്ടെ. ഇത് നിറയാൻ ഇനി കുറച്ച് ടൈം എടുക്കും. ഇനി കൈ ഇട്ടിട്ട് നല്ല അങ്ങോട്ട് ഇളക്കി മറക്കുക. ഞാൻ പറഞ്ഞ വല്ലതും കേൾക്കുന്നുണ്ടോ? ഈ രണ്ടും കൂടെ പറയുന്ന എന്തായാലും കേൾക്കൂല. ഇനി നല്ലോണം കഴുകണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചളി നല്ലോണം ഇതിൻ്റെ മുകളിൽ പിടിച്ചെടുക്കും. ഇത് കണ്ടില്ലേ, ഇത് കഴുകിയാലും ഇങ്ങനെ പോവില്ല. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കറി കൂട്ടുമ്പോൾ ഒരുമാതിരി ചളി ഇന്ന വായി ഉണ്ടാവും. അപ്പോൾ നല്ലോണം കഴുകണം.
ഇന്നരക്ക് കുറച്ച് കല്ലുണ്ട്, കല്ലൊക്കെ എടുത്ത് മാറ്റാം. ഇനി എൻ്റെ ഒരു ഏറ്റവും വലിയ പണി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ കൊള്ളുന്ന ഒരു ചെമ്പും വേണം. അത്രയും ഒരു ഗ്യാസ് അടുപ്പിന് മുകളിൽ വെക്കണ്ടല്ലേ? ഗ്യാസ് അടുപ്പിനാണ് ഇത്. എടാ കാണുന്ന മാതിരില്ല, അതെനിക്ക് തോന്നുന്നു ഒരു 10 കിലോന്റെ അടുത്ത് സാധനം ഉണ്ട്. നല്ല രീതിയിലുള്ള വെയിറ്റ് ഉണ്ട്. അപ്പൊ ഈ സാധനമൊക്കെ കൊള്ളുന്ന ഒരു ചെമ്പും വേണം, ഇത് വേവിക്കാൻ എടുക്കുന്ന ടൈമും വേണം. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ടൈം പിടിക്കും. ആണല്ലേ? എന്താ ചെമ്പുണ്ടോ പോയോ ആദ്യം? ചെമ്പുണ്ടോ പോയോട്ടെ. അങ്ങനെ താൽക്കാലികമായി നമുക്കൊരു ചെമ്പ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അമ്മ പറഞ്ഞ് അത്രയും വലിയ ചെമ്പൊന്നും വേണ്ട, ഇത് മതി, ഇതിനകത്ത് കൊണ്ടാ മതി, വെള്ളം ഒന്നും വയ്ക്കണ്ട, ഇതിനകത്ത് ഇട്ട് അങ്ങ് വേവിച്ചാൽ മതി. തൊള്ളറന്നോളൂ. അടുക്കളയിലെ പോരാളിയെ പറഞ്ഞ് നോക്കതിൽ കൊള്ളൂന്ന്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതിൽ കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇത് വേവിക്കാൻ പറ്റുമോ? അടുപ്പത്തേക്ക് പറ്റുമോ? ഇത് അടുപ്പത്ത് വെച്ചാൽ കരി പിടിക്കുന്നത്. ഇത് ഓൾറെഡി പിന്നെ അങ്ങനെ വെച്ച് അടുപ്പത്ത് കരി ഉണ്ട്. അപ്പോൾ അതിലിട്ടൊക്കെ കൊള്ളോ നോക്ക്. അപ്പൊ ഇനി നേരെ അടുപ്പിലേക്ക് ഒളപ്പാറ പോയി വന്നിട്ട് ഒരുപാട് തിരുമ്പാനുണ്ടായിരുന്നു. ഞങ്ങള് പോയിട്ട് ആക്കിയിട്ട് വരാം. നീ തൽക്കാലം റെസ്റ്റ് എടുക്കുക, ഞങ്ങള് വക്കീലായിട്ട് വരാം. അടുപ്പ് കത്തിക്കാൻ എനിക്കറിയില്ല, അതുകൊണ്ട് ചേട്ടൻ കത്തിക്കട്ടോ. അടുപ്പ് കത്തിച്ച് പഠിക്കാം അങ്ങോട്ട്. അടുപ്പ് കത്തിക്കാനുള്ള എന്റെയും ഇവന്റെയും മടി കാരണം കൊണ്ട് അടുക്കളയിലെ അടുത്ത പോരാളിയെ ഞങ്ങൾ അടുപ്പ് കത്തിക്കാനായിട്ട് ക്ഷണിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എനിക്ക് അറിഞ്ഞിട്ടൊന്നല്ല, പിന്നെ കത്തിച്ച് പഠിക്കണമല്ലോ. ഇത് ആക്ച്വലി ഞങ്ങളെ പുറം ഭാഗത്തെ അടുക്കളയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് മുന്നേ ഉപയോഗിച്ചിരുന്ന ഒരു അടുക്കള ഞങ്ങള് പൊളിച്ചു മാറ്റാതെ തൽക്കാലത്തേക്ക് ഒരു ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നൈസരി സെറ്റപ്പ് ആക്കി എടുത്തു. അതായത് ഇത് അങ്ങനെ ഉപയോഗിക്കാറില്ല. ഞങ്ങൾ പുറത്ത് എന്തെങ്കിലും പരിപാടി ഇങ്ങനെ അൽഫാം എടുക്കാനോ അല്ലെങ്കിൽ ഞാൻ തുണി ഉണക്കാനൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലമാണിത്. അതായത് പെട്ടെന്ന് ഇപ്പോൾ വല്ല എനിക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു കഴിയുമ്പോൾ നമ്മളെ അലക്കിട്ട തുണികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ പെട്ടെന്ന് ഉണക്കേണ്ട ഒരു സാധനം വന്നാൽ ഞാൻ എന്താക്കും, ഇവിടെ അടുപ്പ് കത്തിച്ചിട്ട് ഇവിടെ തുണി ഉണക്കാനിടും, അയലൊക്കെ കെട്ടിയിട്ട്. അപ്പം ഷെഡിയും എല്ലാം ഉണ്ടാകും കയറ്റിട്ട്. പിന്നെ ഞങ്ങൾ അൽഫാമൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഞങ്ങൾ സെറ്റ് ചെയ്യില്ല, ഇവിടെ അങ്ങോട്ട് സെറ്റാക്കും. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന അടുക്കളയാണിത്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഉള്ളിൽ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ അമ്മ അടിച്ചു പുറത്താക്കും, അവിടെ വൃത്തികേടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു പുറത്തുനിന്ന് ഉണ്ടാക്കിയാൽ മതി. ഗെറ്റ് ഔട്ട്. വെള്ളം ഒഴിക്കണ്ടെന്നല്ലേ പറഞ്ഞേ? അങ്ങനെ ഇനിയിപ്പോ ആയി വരാനായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3/4 മണിക്കൂർ ടൈം എടുക്കും. 3/4 മണിക്കൂറൊക്കെ എടുക്കുമോ? കുമാരി പറയൂ. അങ്ങനെ വിവേക് ആദ്യമായി അടുക്കള പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ എപ്പോഴാ എടുത്ത് കറിയൊക്കെ ഉണ്ടാക്കി? എപ്പോ? ആര്? അന്ന് ഒരു ക്യാപ്സിക്കത്തിന്റെ കറി ഉണ്ടാക്കിയില്ലേനോ? നിങ്ങൾ 1 ലക്ഷം ഉണ്ടാക്കിയില്ല. ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി മുട്ടക്കറിയൊക്കെ, നല്ല രസം ഉണ്ടായിരുന്നു. ഒരു ഹോട്ടൽ കറി എന്നുള്ളൂ. അപ്പൊ അങ്ങനെ രസമൊക്കെ ഉണ്ടാവും. അല്ല ഞാൻ ചെത്തി തരുന്നേ ഉള്ളൂ, ബാക്കി ആട്ടായിരിക്കും. ഉള്ളി വാങ്ങി, ഉള്ളിയൊക്കെ കേടാണല്ലോ. ഞാൻ വാങ്ങിയല്ല, എന്തായാലും ഞാൻ ഇപ്പൊ വാങ്ങിയില്ല. വാങ്ങിയില്ല? എന്നാ ഞാൻ വാങ്ങി. വീട്ടിലെ ഭാഗം ഒഴിവാക്കി. ഓ നല്ല കുക്ക് ചെയ്യും വിവേക്. നല്ല പച്ചവെള്ളം ചൂടുള്ളാക്കൂ. ഇന്നത്തെ കണ്ടത് ഫുള്ള് ഞാൻ വെക്കും, പക്ഷെ അരി കേട്ടോ അങ്ങനെ. ഓ ഇത് കഴുകട്ടെ. കണ്ണ് തല തല മാത്രമേ കുലുങ്ങിയുള്ളൂ. നീ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഞാൻ എടുക്കണോ? ചൂടുണ്ട്. ഇതിങ്ങനെ കുലുക്കപ്പത്തിങ്ങനെ മറ്റേതെടുക്കും, ഒരു വേറെ കഴിക്കാൻ കുട്ടിയെടുക്കും. ഇതാണ് വല്ലപ്പോഴൊക്കെ അടുപ്പത്ത് പൊട്ടാതും കൂടെ ചാടൂല. ഇതിന്റെ മുകളിൽ കൂടെ തുണി വരുമ്പോ അടുപ്പൊന്ന് കൊടുക്കാൻ എന്തായി? എന്റെ കണ്ണിൽ പോയിട്ട് അതന്നെ ഗുഡ് ഗുഡ്.
എറണാകുളത്തായിരുന്നോ പരിപാടി? അല്ലല്ലേ? കരയണ്ട, നമുക്ക് എല്ലാ പ്രശ്നം പറഞ്ഞു തീർക്കണം. അങ്ങനെയാണ് ആദ്യം പോകേണ്ടത്. എല്ലാ പ്രശ്നം എന്നാല് ഉള്ളി അരിയല്ലേ? എന്നാല് അവിടെ കേക്കിച്ചുണ്ട്. ഇനി നമ്മൾ അരിയൽ ചടങ്ങിലേക്ക് കിടക്കുകയാണ്. അരിയൽ ചടങ്ങിലേക്ക് ഏട്ടൻ അരിഞ്ഞു തുടങ്ങുന്നു. തീരുമ്പോ പണി തരാം. ഞങ്ങൾക്ക് എന്താ കുപ്പി എന്ന് കൂതാ. ആദ്യം നമ്മൾ ഉള്ളി എടുത്തിട്ടേ ഇങ്ങനെ 4 കഷ്ണാക്കി വെക്കുക. അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഗ്യാസ് ഒക്കെ ആണ് പോകും. അപ്പൊ കണ്ണിന് എരിയുള്ള ആ സാധനം പോകില്ലേ? ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ഈ യൂട്യൂബിലല്ല, ഇതിന്റെ എക്സ്പീരിയൻസ് ഞാൻ എടുത്താ. ഓക്കെ, ഇത് മാറ്റി വെക്കുക. എന്നിട്ട് ആ സമയം കൊണ്ട് എന്താക്കുക, നമ്മൾ തക്കാളി അരിയുന്നു. ഇതിന്റെ സ്പെഷ്യൽ കട്ടിങ്ങാ. അപ്പൊ നടുത്ത മറ്റേ സാധനം സെറ്റായില്ലേ? കണ്ട് പഠിച്ചോളി. ഇത്രയും കാര്യം അത് ഇതൊന്നും അറിയില്ലല്ലോ. ഇതിങ്ങനെ വിലങ്ങനെ അറിയാം. ഇപ്പം എന്തായി, തക്കാളി നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. സ്പെഷ്യൽ ഇങ്ങനെ ആക്കുക, ഇങ്ങനെ ആക്കുക, ഇങ്ങനെ മുറിക്കുക. കണ്ട് പഠിച്ചോളിട്ടോ. ഏട്ടൻ കൊറേ കാലം ഹോട്ടലിലായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ചോദിച്ചു വാങ്ങ കേട്ടില്ലേ? അത് ഇതാണ്. ഇതായിട്ട് നമ്മൾ ഉള്ളി അരിയുന്നു. അതെ, ഏതോ ഒരു ഉള്ളിക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് ഈ ഉള്ളിക്കാണെന്ന് തോന്നുന്നു. ആ, ഈ ഉള്ളിക്ക് തന്നെ ചെറിയ അരിയണ്ട. കുഞ്ഞു കുഞ്ഞാക്കിട്ട് ഇറച്ചി കരിയും പോലെ അരിയണ്ട. ഇറച്ചിക്ക് അരിയാം കുഞ്ഞു കുഞ്ഞായിട്ട് കുഞ്ഞായിട്ട് അരിയുണ്ട്. ഇത്ര കുഞ്ഞു മതിയോ? ഓക്കെ. ഇനി അടുത്തെന്താ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം തുറന്നു വന്നിട്ടുണ്ട്. ഏറെക്കുറെ കുറച്ചൊക്കെ ഇതില് മുക്കാലും അടഞ്ഞാടോ എടുക്കുന്നത്. അതൊക്കെ കള്ളന്മാർ. അത് നമ്മൾ അവിടെ വെക്കുന്നു. അതായത് ഇതിങ്ങനെ പെറുക്കിയേ നമുക്ക് തൽക്കാലം ഇറച്ചി മാത്രം സെപ്പറേറ്റ് ആക്കിയിട്ട് ഇങ്ങനെ വെക്കാം. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യാം, തുറക്കാത്തതൊക്കെ അപ്പൊ അടിയിലേക്ക് പോവല്ലോ. അപ്പൊ അത് ചൂടിട്ട് ഇങ്ങനെ തുറന്നോളൂ. അല്ല, അത് നോക്കി കണ്ട് വാങ്ങോടെ. ഉള്ളി തക്കാളി കാക്കമുണ്ടോ? അതെടുത്തും കൂടെ വെച്ചോ. അതിന് കാവലിക്കൊന്നും വേണ്ടല്ലോ. വലിയ കാനുണ്ട്. എന്തെത്തു അതിപ്പോ എല്ലാം കൂടി ഉള്ളി തക്കാളി അതെടുത്ത് സെറ്റാക്കിയിട്ട് അതിനും കൂടെ പറഞ്ഞിട്ട് തുറക്കാതിനൊക്കെ പിടിച്ചത് അങ്ങനെ. ആ, ഇത് കുറച്ച് വലുപ്പമുള്ള സാധനം കേട്ടോ. ഇതിന് മുത്തുണ്ട്. ഈ സ്മാർട്ട് വർക്കിന്റെ ഫലമായിട്ട് 1 2 3 4 5 6 7 8 പ്ലേറ്റ് ആണ് കൊണ്ടുവന്നത്. ഏട്ടൻ കേൾക്കാം അവസാനം. ഒക്കെ കഴുകണം പാത്രം. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇയൊക്കെ എവിടെ പോണ്? ഞാൻ പോവുക. തിന്നാൻ മാത്രം കൊണ്ട് പോന്നാ മതിയല്ല. അപ്പൊ ഏകദേശം ഒരു ബക്കറ്റ് സാധനം ഉണ്ടായിരുന്നത് ആണ്ടെ ഈ ഒരു പാത്രത്തില് പകുതിയോളം. തോനുണ്ടാവും പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ. വലിയ ചെമ്പെടുക്കണം. ഇത് മൊത്തം കൊള്ളുന്ന എവിടെ. ഇനി ആദ്യം കുറച്ച് കള്ളന്മാരും കൂടെ ബാക്കിയുണ്ട്. പാർന്ന് ഞാൻ അതുകൊണ്ട് കോർണ ഇറച്ചി അതിനകത്ത് കുറച്ച് മറ്റേ ഇറച്ചി ഇല്ലല്ലോ. ഇപ്പൊ ആയിട്ട് പിന്നെ വേവിക്കണ്ട സാറില്ല. ഇതാണ് നമ്മുടെ ഇറച്ചി. ഇതിന്റെ അകത്തുനിന്ന് ഇതിങ്ങനെ പ്രസ് ചെയ്താൽ ഇതിങ്ങനെ ഒഴിവാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത് നൈസായിട്ട് അതില്ലേ ഒരു പാത്രത്തിലേക്ക് ഇടാൻ മതി. ഈ പാത്രത്തിലേക്ക് ഇട്ടോ തിന്നാനാ. ശരി, നമുക്ക് അവർക്കാർക്കും ബുദ്ധിയില്ല. എൻ്റെ അത്ര അങ്ങനെ കൊണ്ട് ഒരു വളർച്ചല്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലേറ്റ് കൂടെ എടുക്കുക, ഇങ്ങനെ വെക്കുക, എന്നിട്ടാ അങ്ങനെ പിടിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നല്ല മർമ്മം നോക്കിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ സാധനം അങ്ങോട്ട് ഇവിടെ അല്ല കേട്ടോ മർമ്മം എവിടെയും. അത് ഇതന്നെയല്ലേ ഐസ്. ഇതാണ് സാധനം കേട്ടോ. ഇതിൻ്റെ ഒരു പാത്രം. ഓക്കെ, ഇങ്ങനെ ഇട്ടിട്ട് അത് കഴിക്കാൻ പാടില്ല. ഇത് മറ്റേ കടയിൽ നിന്ന് വാങ്ങുന്ന എരുന്തിന് ഈ സാധനം ഉണ്ടാവില്ല. അത് എരുന്തല്ല, കടുക്ക. ഓടോ എരുന്തന്നെ ഉണ്ട്. ആ മഞ്ഞരുന്ത്. ആ, അത് എന്താണ് കടുക്കല്ലോ. കടുക്ക നീളത്തിലുള്ള സാധനം. പച്ച അത് കല്ലുമ്മക്കായാണ്. കടുക്കാന്ന് പറയുന്നത്. എന്താ ഈ പറയാനല്ല കറക്റ്റ് ആയിട്ടൊന്ന് കമന്റ് ചെയ്യണം. വിവരം. അതെ, ഒരു കസാര എടുത്തുണ്ടോ എന്നാലോ? കുറച്ചുണ്ട്.
ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആ ഒരു മറ്റേ ബാഡ് വേസ്റ്റും കൂടെ തള്ളിയ സമയത്ത് സത്യം പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ. ആ ബക്കറ്റ് നിറച്ച് പിടിച്ചിട്ട് ആകെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ എൻ്റെ അമ്മ നിന്റെ തീരടായടാ ഞാൻ ഒറ്റയ്ക്കാണ്. നമ്മൾ ഇത്ര എടുത്തതിൽ ഒരു 1/4 ഭാഗത്തോളം നമുക്ക് കള്ളന്മാർ, അതായത് ഈ തുറക്കാൻ പറ്റാത്ത സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ വീണ്ടും തിളപ്പിച്ചിട്ട് പോലും അത് തുറക്കുന്നില്ല ഗൈസ്. അവസാനത്തെ ഇങ്ങനെ കുത്തിപ്പൊളിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. എന്നിട്ട് തുറക്കണ്ടോ? അതുമില്ല. എൻ്റെ പൊന്നേ, തുറക്കടാ പട്ടി, തുറക്കൂലടാ പട്ടി. മറ്റേ പപ്പു മറ്റേ ആ സിനിമയിൽ പറയില്ലേ, മഴത്തുള്ളി കിളിക്കത്തില്ലേ? അതെ, മഴത്തുള്ളി കിളിക്കല്ലേ, മിന്നാരം. പോക്കിന്റെ കൈ എന്തോ കെമിക്കൽ പിന്നെ എന്തോ ആണെന്ന് തോന്നുന്നു. അലർജി നന്നായിട്ട് വെളുത്തുപോയി. മുഖത്ത് വെച്ചാലോ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ ഏകദേശം 95% നമ്മളിത് ഓപ്പൺ ആക്കി ഫുൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ഇത് എന്താ പറയാ, നമ്മുടെ എന്തേനീന്റെ പേര് എരുന്ത് ഏകദേശം സെറ്റ് ആക്കിയപ്പോഴത്തേക്കും അടുക്കളയുടെ അവസ്ഥ ഏകദേശം ഇങ്ങനെയാണ്. അതായത് കള്ളന്മാരെ മൊത്തം നമ്മളിപ്പോ കുത്തിപ്പൊട്ടിക്കാണ്. ഒന്ന് കുത്തിപ്പൊട്ടിക്ക്. കള്ളന്മാരെ മൊത്തം എന്ന് പറയുമ്പോ ഇങ്ങനെ കുത്തുന്നു, പൊട്ടിക്കുന്നു, എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് പെറുക്കിയെടുക്കുന്നു. ആ ഒരു ബക്കറ്റ് നിറച്ചുണ്ടായിരുന്നത് അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് അങ്ങനെ വേസ്റ്റൊക്കെ കളഞ്ഞ് വരുമ്പോഴത്തേക്കും ഏകദേശം ഈ ഒരു പ്ലേറ്റിലുള്ളതേ ഉള്ളൂ. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഞാൻ വിചാരിച്ച് അത്യാവശ്യം നല്ല രീതിക്ക് പൊരിക്കാനും കറി വെക്കാനും കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ ഇല്ല ഗൈസ്, അത് അവിടെ തീർന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞ ഒരു ബക്കറ്റ് മുഴുവൻ എടുക്കാതെ. എടോ, അതിന് എപ്പോഴാ പോയത്? രാവിലെ 7:30 പോകണം എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് 8:45 വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. അതല്ല, ഇതെല്ലാം നന്നായി കഴിയുന്നില്ല. പിന്നല്ലാണ്ട് രാത്രിക്ക് ഉണ്ടാക്കാനാ പ്ലാന്. ഇത് മൊത്തം കഴിഞ്ഞപ്പോഴത്തേക്കും 1 2 3 4 കൊറ്റിന്റെ 4 5 6 7 8 9 10 11 12 13 പാത്രങ്ങൾ, ഇതടക്കം 14. ഇതൊക്കെ ഇനി ആര് കഴുകും? ഏട്ടൻ. ഞാൻ കഴിക്കാൻ വൃത്തിയാവില്ല, അതുകൊണ്ട് നിങ്ങൾ കഴിക്കാൻ നല്ലത്. ഇത്രയും സാധനങ്ങളുണ്ട്. നമ്മള് മൊത്തേ 13 പാത്രമല്ലേ എടുത്ത്. 14 15 16 17 പാത്രം. ഒരു വീട്ടിലേക്കുള്ള പാത്രം മുഴുവൻ എടുത്ത് എന്റെ വീട്ടിൽ കളിക്കാം. അങ്ങോട്ട് കളയാം. മൂലക്കേക്ക് അവിടെ ഓൾറെഡി ഇട്ട സാധനങ്ങളുണ്ട്. കടുക്കേന്റെ അല്ലേ അവിടെ. പണിയെടുത്ത് തിന്നുന്നുണ്ടെങ്കിൽ അതാണിത്. പണിയെടുത്ത് ചാവാന്ന് കേട്ടിരിക്കുന്നു. അതാണിത്. എന്താണ് അടുത്ത പരിപാടി? ഇനി അടുത്ത പരിപാടി ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കണം. വൃത്തിയാക്കിക്കോ. ഇതില് ചിലപ്പോ മറ്റേ സാധനം ഉണ്ടാവും കേട്ടോ. നമ്മൾ അടിച്ച് പൊട്ടിച്ച സാധനങ്ങളുണ്ട്. നല്ലോണം കഴുകി ഊറ്റിയെടുക്കണം, അല്ലെങ്കിൽ ഉള്ള എണ്ണാക്കിലും വാടിയിടൊക്കെ വൃത്തി കഴിക്കും എന്തായാലും. അതിന്റെ കളറേ മാറിപ്പോയി പെട്ടെന്ന്. ഇവിടെ ഒരാള് കയറ് പൊട്ടിക്കുന്നുണ്ട്. അനക്ക് എരുന്താണോ? എരുന്ത് ഒളിച്ചാട്. വീഡിയോ കണ്ടപ്പോ മേലെ ഒളിച്ചാട്. എരുന്താണോ? എരുന്ത് ഒന്ന് കൊണ്ട നോക്കട്ടെ, കൊടുത്തോക്കട്ടെ. എന്നാ എനിക്ക് ഇങ്ങോട്ട് വാ. തിന്നോക്ക് ഏണ്ട് ഗോള് തിന്നടാ.
നീക്കുട്ടി എങ്ങനെയുണ്ട് വേണോ ഇഞ്ഞാണോ ഇനി വേണോ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ മേക്കിംഗ് ഘട്ടത്തിലേക്ക് പോവുകയാണ്. സമയം ഇപ്പോൾ 2 മണിയാവാനായി. രാവിലെ 8:45 തുടങ്ങിയതാണ്. ഇഞ്ചി വെളുത്തുള്ളി ഇല്ല ഇവിടെ. പിന്നെ ആദ്യം എണ്ണ ഒഴിച്ചു. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഉള്ളി ഇടുന്നു. ഉള്ളി തക്കാളി ഇട്ടിട്ട് വയ്ക്കാൻ അറിയോ? പിന്നെ എന്ത് കിണ്ടിക്കാതൊക്കെ ചെയ്യുന്നേ. അതിനുശേഷം നമ്മൾ കുറച്ച് പച്ചമുളക് നല്ല ചീന്തി ഇടുന്നു. എക്സ്പേർട്ട്. എന്നിട്ട് നല്ല പോലെ ഇതേപോലെ ഇങ്ങോട്ട് ഇളക്കിയെടുക്കുക. അല്ല നമ്മൾ പൊരിക്കുന്നുണ്ടോ? കുറച്ച് ഒരു ടേസ്റ്റിന് കുറച്ച്. ഇവിടെ ഒരാളിതാ മാരകമായി കഴുകിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പൊരിക്കാൻ ഉണ്ടാവും ഇവിടെ. പൊരിക്കാൻ വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു പിടി വേണമെങ്കിൽ ഒന്ന് പൊരിച്ചു നോക്കാം. മറ്റു കറിക്ക് ഉണ്ടാവില്ല. കറിക്ക് കുറവായിരിക്കും. അല്ലെങ്കിലേ കുറവാ. ഞാൻ എപ്പോഴാ പറഞ്ഞ ഒരു ബക്കറ്റ് കൂടെ ഒന്ന് പിടിക്കാന്ന്. എടോ സമയത്രയോ? ഇപ്പൊ തന്നെ സമയം 1:30 മണിയായി. അത് ശരിയാണ്. അതും കൂടെ ഈ ഒരു ടൈമും കൂടെ എക്സ്ട്രാ വരും. ഇപ്പൊ 2 മണി 2:30 മണി കൂട്ടിയാ മതി. നായി വരുമ്പോഴത്തേക്ക് 3-3:30 മണിയാവും രാത്രി തിന്നെ. അങ്ങനെ നമ്മുടെ അടുക്കളയിൽ ഏകദേശം ഉള്ളി നൈസായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പൊരിക്കാനും കൂടെ കുറച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ ടേസ്റ്റ് ഒന്ന് അറിയണമല്ലോ, പൊരിച്ചതിൻ്റെയും കറി വെച്ചതിൻ്റെയും. അതുകൂടിയത് ഗരം മസാല. ഇനിയിപ്പോൾ ഗരം മസാല ഇടാനായിട്ട് പോവാണ്. ഓക്കെ, ഗരം മസാല ഇടൂ. ഇതിപ്പോൾ മുളക് പൊടി എത്ര ഇട്ടുണ്ട്? 1 സ്പൂണോ? 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ്, 1/4 സ്പൂൺ ഇച്ചിരി മല്ലിപ്പൊടി. ഇത് അല്ല, ഇഞ്ചി വെളുത്തുള്ളി അപ്പൊ വാങ്ങാൻ പോയിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഇതിനകത്ത് നമ്മുടെ സാധനം ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നൈസായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് അത് ഗ്രേവി ടൈപ്പ് ആവൂല, ഗ്രേവി ഉണ്ടാവില്ല. വെള്ളം ഒഴിക്കണം. അതിന്റെ വെള്ളമാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ എരുന്തിന്റെ ബാലൻസ് വെച്ച ആ ഒരു വെള്ളം ഇതിനകത്ത് ഒഴിക്കൂലേ? അതാ അവിടെ എടുത്ത് വെച്ച്. ഈ വെള്ളം ഇനി അതിനകത്ത് ഒഴിക്കുക. ഇഞ്ചി വെളുത്തുള്ളി വന്നിട്ടുണ്ട്. ഇത് ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടാൽ മതി. ഇവിടെ എല്ലാം പീടിയെ പോയതുകൊണ്ടാണ് ആദ്യം ചേർക്കണേ. പക്ഷെ നമുക്കിപ്പോ പൊരിക്കാനുള്ളത് നമ്മൾ സെറ്റാക്കി ഇവിടെ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിയാ ഇഞ്ചി തോല് വിളിച്ചോട്ടെ. എടോ കറിക്കകത്ത് ഉണ്ടാവൂലേ? പിന്നെ പിന്നെ വാ, നല്ല സെറ്റ് സ്മെല്ല് വരുന്നുണ്ട് ഇതിനകത്തുനിന്ന്. കൂടുതൽ സ്മെല്ല് വരുന്നുണ്ട്. നല്ല സ്മെല്ല്, സെറ്റ് സ്മെല്ല് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ഏകദേശം ഫുള്ള് ഇതൊക്കെ ഞാൻ തന്നെയാട്ടോ ചെയ്തത്. ചേരുവകളൊക്കെ ഞാനാ പറഞ്ഞെടുത്ത് ഇവിടെ ഉള്ള ആൾക്കാർക്ക്. പക്ഷേ എന്നോട് പറയാനൊരു ചേരുവ ഇട്ടാൽ മതി. ചെറിയുള്ളി എനിക്ക് തീരെ ഇഷ്ടമുള്ളതൊരു സമയം. ചെറിയ എണ്ണത്തിലൂടെ ഒഴിക്കണോ? അപ്പോൾ നമ്മുടെ ഫുൾ സെറ്റപ്പ് ആക്കി നമ്മളിവിടെ ചോറിന് വിളമ്പി വെക്കുകയാണ്. ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാനിവിടെ അച്ചാർ എടുത്ത് വെച്ചിട്ടുണ്ട്. തൈര് എവിടെ? തൈര് കൊണ്ടെടുക്ക്. ഇനി ഇവിടെ കുറച്ച് മീൻകറിയും ബാക്കിയിരിക്കുന്നുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എങ്ങാനും പാളിപ്പോയാലോ? ഓക്കെ, നമുക്ക് എന്തായാലും ചോറും പിടിപ്പിടുത്തം പിടിച്ചു നോക്കാം. പിടിച്ചത് നോക്കട്ടെ. വാ, ഓ മൈ ഗോഡ്,
ഓക്കെ നോക്കട്ടെ. സോയാബീൻ പൊരിച്ചതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ. അത് നമ്മൾ കഴുകി കുറച്ച് ഓവറായിരുന്നു. ഞാൻ വിചാരിച്ച മാതിരിയുള്ള ടേസ്റ്റ് ഇല്ല ഇതിന് പൊരിച്ചത്. ഇവിടെ മസാല മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇത് എന്ത് പൊരിച്ചായിട്ട് ഒരു ഫീൽ ഇല്ലല്ലോ. ഇല്ല, കുറച്ച് ഒരു സോയാബീൻ പൊരിച്ച ഫീൽ ഉണ്ട് അല്ലേ? റെഡിയാ. കറി ചോറ് പിടിച്ചത്. കറിയും ചോറും അല്ലേ? എനിക്കിഷ്ടം അങ്ങനെ പച്ചച്ചോറും വെറും ഇങ്ങനത്തെ ഈ ഫ്രൈ സാധനങ്ങൾ തിന്നെ. കറി കുഴപ്പമില്ല. കറി സെറ്റായി. കൺഗ്രാജുലേഷൻസ്. അപ്പോൾ സുഹൃത്തുക്കളെ, രാവിലെ 8:30 തുടങ്ങിയ പണിയാണ്. ഞങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചത് തന്നെ ഏകദേശം 3 മണിയായി. ഈ ഒരൊറ്റ വ്ളോഗ് കൊണ്ട് മനുഷ്യൻ തളർന്നു പോയി. എല്ലാം അവിടെ ഉറക്കം തൂങ്ങി സൈഡായി ഇരിക്കുന്നുണ്ട്. അപ്പം എന്നാൽ അടുത്ത വീഡിയോ കാണാം. സീ ഓൺ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.